മലയാളം കണ്ട ഏറ്റവും വലിയ ആദരവ് മലയാളികൾ കൊടുത്ത ഒരു ചരമമാണ് അദ്ദേഹത്തിൻ്റെത്. മാധ്യമങ്ങളും വ്യക്തികൾ തന്നെ മിക്കവാറും വായിക്കുന്നവരും വായിക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള എം.ടി. വാസുദേവൻ നായർ എന്ന് പറഞ്ഞാൽ അറിയാത്ത സാമാന്യം അക്ഷര അഭ്യാസമുള്ള മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനൊരു പോപ്പുലാരിറ്റി കിട്ടാനുള്ള കാര്യം വളരെ പ്രധാനമായിട്ടും ഈ തിരക്കഥകളാണ്, സിനിമകളാണ്. നമ്മൾ വലിയ കവിയായിട്ട് ആദരിക്കുന്ന ഒ.എൻ.വി. കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നാടകഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളുമാണ്. എന്ന് പറയുന്ന പോലെ എം.ടിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഘടകം ഈ തിരക്കഥകളാണ്. 60കളിലെ അദ്ദേഹത്തിൻ്റെ തിരക്കഥാരംഗത്തെ 65 ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയെ ആധാരമാക്കിയുള്ള സിനിമ വരുന്നത്, മുറപ്പെണ്ണ്. ഈ മുറപ്പെണ്ണ് എന്ന സിനിമ വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയെ ആധാരമാക്കിയുള്ളതാണ്. അദ്ദേഹത്തിന് മിക്കവാറും പ്രധാന സ്വന്തം കഥകളിൽ നിന്നുള്ള തിരക്കഥകളെല്ലാം തന്നെ ചെറുകഥകളെ ആധാരമാക്കിയാണ്. അസുരവിത്ത് പോലെയുള്ള ചില നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഘടനാഭദ്രമായോ നല്ല നിലയിൽ വിജയിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചെറുകഥയ്ക്കുള്ള ഒരു സവിശേഷത അതിലേക്ക് മറ്റു ചില കാര്യങ്ങളോടൊക്കെ കൂട്ടിച്ചേർത്ത് ആ ശില്പത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിയും, ഏകാഗ്രത ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളതാണ്. കാലം ഒതുങ്ങി നിൽക്കും. ഇപ്പോൾ കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം മുതൽ ജീവിതാന്ത്യം വരെ ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്ന ധാരാളം സിനിമകൾ ചെയ്യാറുണ്ടെങ്കിലും അതിനേക്കാൾ പ്രായോഗികം കുറച്ചുകൂടി ഒരു പ്രത്യേക ജീവിതകാലത്തിനിടയിലുള്ള സംഭവങ്ങളെ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള കഥാവസ്തു സ്വീകരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മുടെ സിനിമയ്ക്ക് അന്യമായിരുന്ന ഒന്ന്, അതുവരെ ഒരുതരം ഈ നാടകമായിരുന്നു. തിരക്കഥ എന്ന് പറയുന്നത് ഒരുതരം തിരക്കഥ എന്ന് തന്നെ അന്ന് പറഞ്ഞിരുന്നു എന്ന് തന്നെ സംശയമാണ്. കഥാസംഭാഷണം എന്നാണ് അന്ന് എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു കഥയുണ്ടാകും, നാടകകൃത്തോ അല്ലെങ്കിൽ അത്തരം രീതിയിലൊക്കെ എഴുതി ശീലമുള്ള ചില ആളുകൾ അതിന് സംഭാഷണങ്ങൾ എഴുതി ശരിയാക്കുക എന്നുള്ളതല്ലാതെ ആദ്യന്തം ഒരു എഴുത്തുകാരൻ മനസ്സിൽ കണ്ട ഒരു സമഗ്രമായ ഘടനയോടുകൂടിയ ഒരു തിരക്കഥ എന്നുള്ള സങ്കല്പം വന്നത് ഏതാണ്ട് എം.ടിയോട് കൂടിയാണ്. അദ്ദേഹം അത് വളരെ ഓരോ ദൃശ്യവും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എഴുതിയ ഒരാളാണ്. എന്ന് മാത്രമല്ല ഇതൊരു സവിശേഷ സിദ്ധിയാണ്. കാരണം കഥ എഴുത്തുകാർക്ക് രണ്ട് തരത്തിലുള്ള, കഥയായാലും നോവലായാലും അത്തരം രചനകൾ എഴുതുന്ന ആളുകൾക്ക് രണ്ട് തരം രീതികൾ വശമാകാറുണ്ട്. ഒന്ന് കഥ പറഞ്ഞു പോകുന്ന രീതി, ഒരാൾ ഇരുന്നൊരു കഥ പറയുക, അതേ സമയത്ത് തന്നെ ആ കഥ പറയുന്നതിൽ സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവുക. അതേ ഓരോ സംഭവത്തെയും ഓരോ ദൃശ്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചു പോകും. അപ്പോൾ എം.ടിയുടെ കഥയിൽ, ചെറുകഥയിലും നോവലിലും ഒക്കെ തന്നെ ദൃശ്യപരത വളരെ കൂടുതലാണ്. ദൃശ്യാത്മകമായ രംഗങ്ങൾ, പ്രത്യക്ഷവൽക്കരണം എന്ന് പറയാറുള്ള ആ നോവലിലും കഥയിലുമുള്ള രംഗങ്ങളുടെ നമുക്ക് മുമ്പിൽ നടക്കുന്ന സംഭവം പോലെ കാണാൻ കഴിയുന്ന രീതി, ഷോയിങ് മെത്തേഡ് ആൻഡ് ടെല്ലിങ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. അതിലെ ആ ഷോയിങ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ വിദഗ്ധമായിട്ട് തൻ്റെ കഥയിലും നോവലിലും ഉപയോഗിച്ചിട്ടുള്ള ആളാണ് എം.ടി. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നോവലും കഥയൊക്കെ വരുന്ന കാലമാകുമ്പോഴേക്കും ആ രീതിയൊക്കെ നമുക്ക് വിദേശ സാഹിത്യത്തിൽ നിന്നും കുറച്ചുകൂടി പരിചിതമായി വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഓരോ ജീവിത സന്ദർഭത്തെയും, നോവലിലും കഥയിലും അവതരിപ്പിക്കുന്ന ഓരോ ജീവിത സന്ദർഭത്തെയും കഥാപാത്രത്തെ തന്നെ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കഥാപാത്രത്തെയും നമ്മുടെ മുമ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷത. പിന്നെ അതുപോലെ സിനിമ എന്ന് പറയുന്നത് അത് 2 മണിക്കൂറിനുള്ളിൽ 2.5 മണിക്കൂറിനുള്ളിൽ നറേറ്റ് ചെയ്യേണ്ട, ക്യാമറയിലൂടെ ദൃശ്യങ്ങളിലൂടെ നറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഥ വെറുതെ സംഭാഷണങ്ങളിലൂടെ പറയേണ്ട കാര്യമല്ല, സംഭവങ്ങളെ ദൃശ്യാത്മകമായിട്ട് നറേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി ഈ കഥാസംഭാഷണമല്ല, തിരക്കഥ, സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ഒരു സംഗതിയാണിത് എന്ന തിരിച്ചറിവോടുകൂടി എഴുതി തുടങ്ങിയ ആദ്യത്തെ പ്രധാനപ്പെട്ട ആൾ എം.ടി ആണ്. അപ്പോൾ ആ രീതി അദ്ദേഹത്തിൻ്റെ നിർമ്മാല്യം പോലെയുള്ള ആദ്യത്തെ സ്വയം സംവിധാനം ചെയ്ത സിനിമയിലൊക്കെ വരുമ്പോൾ അതിന് അദ്ദേഹം ഒരു മാതൃകയും രീതിയും ഒക്കെ ഉറപ്പിച്ചെടുത്തു കഴിഞ്ഞു. ഇപ്പം നിർമ്മാല്യത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മുറപ്പെണ്ണ് വരുന്നു, നഗരമേ നന്ദി വരുന്നു, അതുപോലെ ഓളവും തീരവും വരുന്നു, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഓളവും തീരവും വരുന്നു, മാപ്പുസാക്ഷി എന്ന് പറയുന്ന പി.എൻ. മേനോൻ എടുത്ത ഒരു സിനിമ വരുന്നു, ഇങ്ങനെ പലതും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എം.ടിയുടെ തിരക്കഥ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചലച്ചിത്ര രചനയെ സംബന്ധിച്ചിടത്തോളം.
ചലച്ചിത്രത്തിൽ സംവിധായകനും അതുപോലെ തന്നെ എഡിറ്ററും ക്യാമറാമാനും പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് അതിൻ്റെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് തിരക്കഥാകൃത്താണ്, തിരക്കഥയാണ് എന്ന് സ്ഥാപിച്ചു കൊടുത്ത മലയാളത്തിലെ ആദ്യത്തെ എഴുത്തുകാരൻ, സിനിമയോട് ബന്ധപ്പെട്ട എഴുത്തുകാരൻ MT ആണ്. പിന്നീട് ഈ നിർമ്മാല്യത്തിൻ്റെയൊക്കെ കാലം കഴിയുമ്പോഴേക്കും പിന്നീട് അദ്ദേഹം ചില സിനിമകൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ബന്ധനം, മഞ്ഞൊക്കെ സംവിധാനം ചെയ്തെങ്കിലും അതൊന്നും അത്ര വിജയിച്ചില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഒരു 80കളുടെ പകുതിക്ക് ശേഷം മലയാളത്തിലെ വാണിജ്യ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഹരിഹരനെ പോലെയും IVCC പോലെയൊക്കെയുള്ള സംവിധായകർക്ക് വേണ്ടി കുറച്ചുകൂടി ഒരു നമ്മുടെ സിനിമയുടെ ജനപ്രിയ ഘടകങ്ങളെ കൂടി അല്പസ്വല്പം ഉൾക്കൊണ്ടുകൊണ്ട് അതേ സമയത്ത് തന്നെ നല്ല ഭദ്രതയുള്ള, ആഭ്യന്തരമായിട്ടുള്ള, യുക്തിയുള്ള, സംഭവങ്ങൾക്ക് പരസ്പര ബന്ധമുള്ള, കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യമുള്ള തിരക്കഥകൾ അദ്ദേഹം എഴുതി. ആ തിരക്കഥകളൊക്കെ വലിയ വാണിജ്യ വിജയം നേടി. അത് മികച്ച നിലയിലുള്ള ടെക്നിക്കൽ ഘടകങ്ങളോട് ഉൾപ്പെട്ട രീതിയിലുള്ള സിനിമകളായിട്ടായതുകൊണ്ടുകൂടിയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ വടക്കൻ വീരഗാഥ അതുപോലെയൊക്കെയുള്ള സിനിമകളൊക്കെ വളരെ മെച്ചപ്പെട്ടു പോകാനുള്ള അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ മേന്മയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ MTയുടെ തിരക്കഥ അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു MTയുടെ തിരക്കഥ ഒരു വാണിജ്യ സൂചകമായിട്ട് വരുന്നു. അതൊരു മാർക്കറ്റിങ്ങിനുള്ള ഒരു ഘടകം പോലുമായിട്ടൊരു ഘട്ടത്തിൽ വന്നിരുന്നു. MT ആണ് തിരക്കഥയെങ്കിൽ ആ സിനിമ ഉറപ്പായിട്ട് വിജയിക്കും എന്നുള്ള ഒരു ധാരണ സിനിമ ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് MTയുടെ തിരക്കഥയുണ്ടെങ്കിൽ, ഒരു ക്യാമറാമാൻ ഉണ്ടെങ്കിൽ പിന്നെ സംവിധാനം ചെയ്യാൻ ഒരു പാടുമില്ലെന്ന്. അത്ര വിശദാംശങ്ങളോടുകൂടിയാണ് അദ്ദേഹം ഈ സിനിമ ഭാവന ചെയ്യുന്നതും അത് തിരക്കഥയായിട്ട് എഴുതി വയ്ക്കുന്നു.